ശ്രീ സി പി ജോൺ, അങ്ങ് എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്? മധ്യവർഗത്തിന് ബമ്പർ അടിച്ച രീതിയിൽ ആണ് ഈ ഒരു ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ആദായ നികുതിയിൽ വമ്പൻ ഇളവ്, 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല എന്നതാണ് ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നമ്മുടെ സമ്പദ് മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്തായിരിക്കും? നേരത്തെ എൻ്റെ സ്നേഹിതൻ പറഞ്ഞതുപോലെ, ജോസ് പറഞ്ഞതുപോലുള്ള കാര്യങ്ങളോട് ഞാൻ പൊതുവായിട്ട് യോജിക്കുകയാണ്. അപ്പം ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ മധ്യവർഗത്തിനടിച്ച ബമ്പർ എന്താണ് എന്നും കൂടെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണല്ലോ. ഇപ്പം കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രസംഗവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഉദാഹരണത്തിന് ഈ വർഷം, നടപ്പ് വർഷം എന്താണ് നിയമം അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ നിബന്ധന എന്താണ്? 7 ലക്ഷം രൂപ വരെയുള്ളവർക്ക് യാതൊരു ടാക്സും ഇല്ല. അപ്പോൾ 7 മുതൽ 12 ലക്ഷം വരെയുള്ള ആ ഒരു വിൻഡോയിൽ മാത്രമാണ് പ്രയോജനം കിട്ടിയിട്ടുള്ളത്. ആളുകൾ ചിലരെ അറിയാത്തത് കൊണ്ടായിരിക്കാം പറയുന്നത് 12 ലക്ഷം വരെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പം തന്നെ 7 ലക്ഷം വരെ ഒന്നുമില്ല. അപ്പോൾ 7 മുതൽ 12 ലക്ഷം വരെയുള്ള ആ 5 ലക്ഷത്തിൻ്റെ ബ്രാക്കറ്റിൽ വരുന്ന ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമേ പ്രയോജനമുള്ളൂ. 1. 2, ഈ 12 അതിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 3/4 ലക്ഷം 75,000 കൂടെ കഴിഞ്ഞൊരു 13.5 ലക്ഷം നമുക്കുണ്ട് എന്നിരിക്കട്ടെ. അവർക്ക് വല്ല ആനുകൂല്യമുണ്ടോ? ഈ 12 ലക്ഷക്കാരനും 13 ലക്ഷക്കാരനൊന്നും വലിയ വ്യത്യാസം ഉള്ളവരല്ല. അബദ്ധവശാൽ ഒരാളുടെ ശമ്പളം 13 ലക്ഷം അല്ലെങ്കിൽ 13.25 ലക്ഷമാണ് എങ്കിൽ അവിടെയാണ് ചെറിയൊരു കൺഫ്യൂഷൻ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ 4 ലക്ഷം വരെ നില്ല് എന്നാണ്, അല്ലെങ്കിൽ ടാക്സ് ഇല്ല എന്നാണ് കരുതിയതെങ്കിൽ തെറ്റ്. അങ്ങനെ 12 ലക്ഷത്തിൻ്റെ പിടി വിടുന്നതോടുകൂടി നിങ്ങൾ ആദ്യം മുതൽ തുടങ്ങണം. അവിടെ പിന്നെ നിങ്ങൾ 4 ലക്ഷം മുതലാണ് തുടങ്ങുന്നത്. ആ 4 ലക്ഷം മുതൽ, ഏത് 12 കഴിഞ്ഞിട്ടുള്ള 4 ലക്ഷം അല്ല, ആദ്യത്തെ 4 ലക്ഷം മുതൽ നിങ്ങൾക്ക് ടാക്സ് വരികയാണ്. ആ ടാക്സ് ആദ്യത്തെ സ്ലാബിൽ 5% വരുന്നു. പിന്നീട് അത് 10% ആവുന്നു. 8 മുതൽ 12 ലക്ഷം വരുമ്പോൾ 10% വരുന്നു. അപ്പോൾ ആ 12% നിങ്ങൾക്ക് 13 ലക്ഷം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 8 മുതൽ 12 വരെയുള്ള ലക്ഷത്തിന് 10% ടാക്സ് ഉണ്ട്. അപ്പോൾ അത് മുൻപും ഉണ്ട് എന്ന് പറയാമെങ്കിലും ഇന്നത്തെ ഹൈപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ 12 ലക്ഷം വരെയുള്ളവർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ 7 ലക്ഷം വരെ രൂപയുള്ളവർക്ക്, 7 ലക്ഷം വരെയുള്ളവർക്ക് പണ്ടും ഉണ്ടായിരുന്നില്ല. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ അധ്യായം അല്ലെങ്കിൽ ഈ ഖണ്ഡിക അവർ തുടങ്ങിയത് ഇങ്ങനെയാണ്. 156ാമത്തെ ഖണ്ഡിക, ഡെമോഗ്രഫി ആൻഡ് ഡിമാൻഡ് ആർ ദ കീ സപ്പോർട്ട് പില്ലേഴ്സ് ഇൻ അവർ ജേർണി ടുവേർഡ്സ് വികസിത് ഭാരത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡെമോഗ്രഫിയോട് നിൽക്കട്ടെ, ഡിമാൻഡാണ് പ്രധാനമായിട്ടുള്ളത്. നേരത്തെ ജോസ് പറഞ്ഞല്ലോ. അപ്പം ഡിമാൻഡിനെ ഡ്രൈവ് ചെയ്യാനാണ് ഈ 7 ലക്ഷം മുതൽ 12 ലക്ഷം വരെ, ഞാൻ ആവർത്തിക്കുകയാണത്, 12 ലക്ഷം വരെ അല്ല, ആ വരുന്ന ഒരു ചെറിയ വിൻഡോ അല്ലെങ്കിൽ ചെറിയ ഒരു വിഭാഗത്തിൻ്റെ അധിക വരുമാനം കൊണ്ട്, എത്ര അധിക വരുമാനം? 60,000 രൂപ. ഈ 60,000 രൂപയുടെ അധിക വരുമാനം കൊണ്ട് ഇന്ത്യയിൽ ഡിമാൻഡ് വർദ്ധിക്കും എന്ന് പറയുന്നതിനോട് ഞാൻ വിനീതമായി വിയോജിക്കുകയാണ്. നമ്പർ 2, നേരത്തെ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഇതിന് പകരം ഇതിൻ്റെ നഷ്ടം എത്രയാണ്? 1 ലക്ഷം കോടി രൂപയാണ്. അത് അവസാനത്തെ ഖണ്ഡികയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് പ്രപ്പോസൽ റവന്യൂ അബൌട്ട് 1 lakh crore in direct taxes and 2,600 crore in indirect taxes will be foregone. അപ്പോൾ 1,02,000 കോടി രൂപ, 1,02,600 കോടി രൂപ വിടുകയാണ്. അതിൽ 1 ലക്ഷം കോടി എടുത്താൽ മതി. ഈ 1 ലക്ഷം കോടി കൂടി നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് വിട്ടിരുന്നെങ്കിലോ? ഇപ്പം 86,000 കോടിയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ തവണ 86,000, അതിന് മുമ്പത്തെ തവണ 86,000, അതിന് മുമ്പത്തെ തവണ 89,000 ചെലവഴിച്ചിരുന്നു. കാരണം നമ്മുടെ കോവിഡ് കാലത്ത് നമ്മുടെ രാജ്യത്തെ പിടിച്ചു നിർത്തിയത് വാസ്തവത്തിൽ ഈ കോവിഡ് വന്ന ആൾക്കാർ മരിച്ചു. പക്ഷേ ആളുകൾക്ക് എന്തെങ്കിലും ആശ്വാസം ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. എന്തെല്ലാം വിയോജിപ്പ് BJPക്ക് കോൺഗ്രസിനോട് ഉണ്ടെങ്കിലും അവരത് കേടുവരുത്താതെ നിർത്തി. പക്ഷേ അതിനെയാണ് മുന്നോട്ട് നയിച്ചിരുന്നതെങ്കിലോ 1.5 ലക്ഷം കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ പണം മുഴുവൻ ഇൻഡസ്ട്രിയിലേക്ക് പോകുമായിരുന്നു.
ഇന്നത്തെ കർഷകൻ എന്ന് പറഞ്ഞ പണ്ട് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ഇത് കേട്ടിട്ടുണ്ട്. അന്നത്തെ കർഷകനെ കുറിച്ച് അതായത് അന്നത്തെ കർഷകർക്ക് പഴയ പോലെയല്ല, അവർക്ക് കുട, ചെരുപ്പ് തുടങ്ങിയ സാധനങ്ങൾ കൂടി വേണമെന്ന്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ കർഷകർക്ക് ഒരു 2 ജോഡി അല്ലെങ്കിൽ 1 ജോഡി തുണിയാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ചെരുപ്പില്ലായിരുന്നു, കുടയില്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ കർഷകർ അതല്ല. ഇന്ന് കർഷകരുടെ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ മധ്യവർഗത്തെക്കാളും എത്രയോ വലിയ കൺസ്യൂമേഴ്സാണ്. അവർക്ക് 2 വീലറുകളുണ്ട്, അവർക്ക് TV ഉണ്ട്, അവർക്ക് ട്രാക്ടറുണ്ട്, ട്രാക്ടർ ഉള്ളവർക്ക് ട്രാക്ടറുണ്ട്, അല്ലാത്തവർക്ക് ചെറിയ ചെറിയ ടില്ലറുകളുണ്ട് എന്ന് വേണ്ട വലിയ മാറ്റം കാർഷിക ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ കർഷക തൊഴിലാളികളായിട്ടുള്ള നമ്മുടെ തൊഴിലുറപ്പുകാർ, കർഷകരായിട്ടുള്ള ആളുകൾ, അവർക്കും എന്തെങ്കിലും ആനുകൂല്യം, എങ്ങനെ അവരുടെ എടുത്തിട്ടുള്ള ലോൺ, അതാണല്ലോ ഏറ്റവും വലിയ കർഷകൻ്റെ പ്രശ്നം. ആ ലോൺ എഴുതി തരണം എന്നുള്ളത് ഒരു വിഷയം. ഇനി എഴുതി തള്ളുന്നുള്ളത് ഞങ്ങളുടെ നയമല്ല എന്ന് BJP പറയുകയാണെങ്കിൽ ഒരു 2% ഒരു 1 ടൈം സെറ്റിൽമെൻ്റ് എന്ന രീതിയിൽ കാർഷിക ഘടകങ്ങൾക്ക് ഒരു 1 ടൈം സെറ്റിൽമെൻറ്റ് കൊടുത്ത് 2-3% ഞങ്ങൾ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞാൽ ഈ 1.25 ലക്ഷം കോടി കൊണ്ട് അത് നടക്കുമായിരുന്നു. ശ്രീ CP ജോൺ, ഈ കിസാൻ ക്രെഡിറ്റ് വായ്പ പരിധി 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ടല്ലോ, അതൊന്നും കർഷകരെ ഒരു തരത്തിലും അവർക്ക് ഗുണകരമാകില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞില്ല. അല്ല, അത്തരത്തിൽ അതിലേക്ക് ഞാൻ വരാം. അപ്പൊ നിർമ്മല സീതാരാമനെ നമ്മൾ 5-8 തവണയായിട്ട് വാച്ച് ചെയ്യാണല്ലോ. അവരെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്, അവരെപ്പോഴും ക്രെഡിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്രെഡിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. MSMEയുടെ കാര്യം വരുമ്പോഴും അവർ പറയുന്നുണ്ട് ക്രെഡിറ്റ് വർദ്ധിപ്പിക്കുന്നു, അവർക്ക് പ്രത്യേകിച്ച് കാർഡ് കൊടുക്കുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ, കോവിഡിൻ്റെ ആഘാതങ്ങൾ പൂർണ്ണമായും തീർന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ കോപ്പറേറ്റീവ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ ബാങ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിശബ്ദമായി ജപ്തി നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ വെറുതെ നമ്മളൊന്ന് എടുത്തു നോക്കിക്കോളൂ, ഇന്ത്യയിലോ കേരളത്തിലോ ജപ്തി നടപടികൾ ഓരോ വർഷത്തെയും ഒരു എണ്ണം എടുത്താൽ തന്നെ ജപ്തി നടപടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം ഒരുപാട് ചെറിയ ചെറിയ എൻ്റർപ്രൈസുകൾ തകർന്നു, ഒരുപാട് കർഷകർ ബുദ്ധിമുട്ടിലായി, കാർഷികവുമായി ബന്ധപ്പെട്ട ചെറുകിട കാര്യങ്ങൾ തകർന്നുപോയി. അപ്പോൾ അവരുടെയൊക്കെ ലോൺ അടയ്ക്കലാണ് അവരുടെ മെയിൻ പ്രശ്നം. അപ്പോൾ ലോൺ കിട്ടാത്തതല്ല പ്രശ്നം, ലോൺ അടയ്ക്കാൻ പറ്റാത്തതാണ് പ്രശ്നം. അപ്പോൾ ലോൺ ഒരു വിധം കിട്ടുന്നുണ്ട്. ഇപ്പോൾ മുദ്രാ ലോൺ ഞാൻ സപ്പോർട്ട് ചെയ്യാണ്, BJP കൊണ്ടുവന്നതാണ് മുദ്രാ ലോൺ, ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ലോണിൻ്റെ അവൈലബിലിറ്റി അല്ല പ്രശ്നം, മറിച്ച് ലോണിൻ്റെ തിരിച്ചടവാണ്. ആ തിരിച്ചടവിൽ എഴുതിത്തള്ളൽ എന്ന് ഞങ്ങളുടെ നയമല്ലെങ്കിലും 2-3% കൊടുത്തിരുന്നെങ്കിൽ ഈ ഡിമാൻഡ് കൂടുമായിരുന്നു. ഞാൻ പറഞ്ഞത് ഡിമാൻഡ് വർദ്ധിപ്പിക്കുക എന്നത് ഇൻഡസ്ട്രിയുടെ ഒരു പ്രധാന പ്രശ്നമാണ്. കാരണം Q1, Q2, Q3 റിപ്പോർട്ടുകൾ വന്നപ്പോൾ ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു വലിയ സ്റ്റാഗ്നേഷൻ, ഒരു നിശ്ചലാവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ സ്ഥിരമായി നമ്മുടെ എക്കണോമിക് റീഡിങ്സിൽ നമ്മൾ കാണുന്നുണ്ട്, പത്രങ്ങളിൽ കാണുന്നുണ്ട്, മാസികകളിൽ കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പം തന്നെ ഞാൻ ഒറ്റ തവണ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ന്യൂനതയായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ SC/ST വിഭാഗത്തോടുള്ള സമീപനം. ആകെ SC/ST വിഭാഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ലോൺ കൂടുതൽ കൊടുക്കാം എന്നൊക്കെ ഉള്ളതാണ്. ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണർ ഞാൻ കൊടുക്കണ്ടെന്ന് പറയല്ല. പക്ഷേ മോഡി ഗവൺമെൻറ് വന്നപ്പോൾ പ്ലാൻ നിർത്തിവെച്ചു, പ്ലാനിങ് കമ്മീഷൻ പിരിച്ചുവിട്ടു. ഇപ്പോൾ 50.65 ലക്ഷം കോടിയുടെ ബജറ്റാണ് അടങ്കൽ. കഴിഞ്ഞ വർഷം 47.66 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 ലക്ഷം കോടിയുടെ വർധനവുണ്ട്. അത് നമ്മുടെ ഇൻഫ്ലേഷനെ മറികടക്കുന്നതാണ്, കഷ്ടിച്ച് മറികടക്കുന്നതാണ്. വെൽ ആൻഡ് ഗുഡ്. ആ ഇൻഫ്ലേഷൻ മാറ്റി നിർത്തിയാൽ ഒരേ തുകയുള്ള ബജറ്റാണ്, അല്ലെങ്കിൽ ബജറ്റ് അടങ്കലാണ്, നല്ല കാര്യം. പക്ഷേ പണ്ടായിരുന്നുവെങ്കിൽ ഇതേ ബജറ്റ് അടങ്കൽ 50 ലക്ഷം വളർന്നിരിക്കുക, 50 ലക്ഷം കോടിയാണെങ്കിൽ അതിൽ 20 ലക്ഷം കോടിയും അത് പ്ലാനാകുമായിരുന്നു. ആ പ്ലാനിൻ്റെ 10% SC/ST വിഭാഗങ്ങൾക്ക് മിനിമം കിട്ടുമായിരുന്നു. അപ്പോൾ 2 ലക്ഷം കോടിയോളം രൂപ കിട്ടേണ്ട സ്ഥലത്ത് നമ്മുടെ ദുർബല ജനവിഭാഗങ്ങളായിട്ടുള്ള ആദിവാസികൾക്കും അതേപോലെ SC/STക്കും SCക്കും എന്ത് കിട്ടി? ഞാൻ 150 ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, അതായത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഈ കീ ഫീച്ചേഴ്സിൽ 150 സ്കീമുകൾ നമ്മൾ വായിക്കുമ്പോൾ 37ാമത്തെ സ്കീമാണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ വരുന്നത്. ഈ 150 എണ്ണം നമ്മൾ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് SC/ST എന്നുള്ള ആ പേരുള്ള ഒരു 10,000 കോടിയുടെ
കാര്യം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് BJPയെ സപ്പോർട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായി കഴിഞ്ഞ 10-75 വർഷമായി നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന മാർജിനലൈസ് സെക്ഷൻസ് അവർക്കില്ല. പിന്നെ ചിലർ ചോദിക്കുന്നത് കേരളത്തിന് കിട്ടിയോ? കേരളത്തിനോട് പ്രത്യേക വിവേചനമൊന്നുമില്ല. കേരളത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, പേര് പറയണമെന്നും എനിക്കില്ല. പക്ഷെ എന്തിനാണ് ബീഹാർ എന്ന് ഇത്രയും തവണ പറഞ്ഞത്? താമരയുടെ വിത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ പറയല്ല. താമര വിത്തായാലും എയർപോർട്ടായാലും അതേപോലെ തന്നെ IIT ആയാലും എന്തായാലും പാറ്റ്നയിലേക്കൊരു ഓട്ടമാണ്. എന്തിനവസാനം ബീഹാർ എന്ന് പറയാതെ ബുദ്ധൻ്റെ ജന്മസ്ഥലം അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് കേന്ദ്രങ്ങൾ, അതും ഗയയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ബീഹാറിനെ താലോലിച്ചത് അധികമായി പോയി എന്ന അഭിപ്രായമുണ്ട്. അതാണ് അങ്ങയുടെ രാഷ്ട്രീയ വിമർശനം.